സോ സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8L8 അതുപോലെ 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, അടിപൊളിയായിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്നിങ്ങനെ കുറെ അധികം ഫീച്ചർ പാക്കഡ് ആയിട്ട് വരുന്ന OnePlusന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന OnePlus 13 ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ദെൻ നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുവാണെങ്കിൽ 6.82 ഇഞ്ചസിന്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 ബില്യൺ കളേഴ്സ്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, ഡോൾബി വിഷൻ, HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേക്കകത്ത് 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്കകത്ത് അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മികച്ച ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് പാർട്ട് ആയിട്ടുള്ള ക്യാമറ ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ 21mm സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഡ് ആംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. HDR, പാനോരമ എന്നിവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫ്രണ്ടിലെ സെൽഫി ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30 അല്ലെങ്കിൽ 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് മെയിൻ ലെൻസ് നോക്കുവാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. അതും 50 മെഗാ പിക്സലിന്റെ സെൻസേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ട് 50 മെഗാ പിക്സലിന്റെ 23mm സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെൻസിനകത്ത് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാസൽ ബ്ലേഡിന്റെ കളർ കാലിബ്രേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് 50 മെഗാ പിക്സലിന്റെ 73mm സപ്പോർട്ട് ചെയ്യുന്ന പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെൻസിൽ 3x ഒപ്റ്റിക്കൽ സൂമും അതുപോലെ OIS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനൽ ആയിട്ടുള്ള 50 മെഗാ പിക്സലിനകത്ത് 15mm 120° സപ്പോർട്ട് ചെയ്യുന്ന അൾട്രാ വൈഡ് ലെൻസ് ആണ്. ആൻഡ് അതുപോലെ നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറയ്ക്കകത്ത് ഡോൾബി വിഷൻ, അതുപോലെ 8K 30 FPS-ലും 4K 30 അല്ലെങ്കിൽ 60 FPS-ലും മാക്സിമം വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ എല്ലാം ചിപ്സെറ്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8L8 ആയിട്ടാണ് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് 15 വിത്ത് ഓക്സിജൻ OS 15 ആയിരിക്കും വരാൻ പോകുന്നത്. Adreno 830 ആണ് GPU ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. UFS 4ന്റെ സ്റ്റോറേജ് വേരിയന്റിലാണ് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് സ്റ്റോറേജ് വൈസ് നോക്കുവാണെങ്കിൽ ബേസ് വേരിയന്റ് ആയിട്ട് 12GB 256GB മാക്സ്ഡ് 24GB 1TB വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദെൻ OnePlus 13ന്റെ ഇത്രയധികം ഫീച്ചേഴ്സിൽ വരുന്ന നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 6000 mAh ബാറ്ററി ബാക്കപ്പിലാണ് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. 100 വാട്ട്സിന്റെ വയർഡ് PD അല്ലെങ്കിൽ QC ചാർജിംഗ് സ്പീഡ് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് പറയുന്ന അനുസരിച്ച് വെറും 13 മിനിറ്റ് കൊണ്ട് 50% ചാർജ് കംപ്ലീറ്റ് ആകുമെന്നാണ് പറയുന്നത്. അതുപോലെ 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിംഗ്, 10 വാട്ട്സിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ആൻഡ് ഫൈനലി 5 വാട്ട്സിന്റെ റിവേഴ്സ് വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫൈനലി OnePlus 13ന്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ സ്മാർട്ട് ഫോൺ എന്ന് ലോഞ്ച് ആകും എന്നുള്ള റൂമേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു വർഷം, അതായത് 2024 ഡിസംബറോടെ അതല്ലെങ്കിൽ 2025 ഫസ്റ്റ് ജനുവരിയിലോടെ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ എക്സ്പെക്ടഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ 60,000 രൂപയായിരിക്കും സ്റ്റാർട്ടിംഗ് വേരിയന്റ് എന്ന് പറയുന്നത്. അതുപോലെ ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് എന്നീ കളേഴ്സിൽ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫൈനലി അതൊക്കെയാണ് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ, അതായത് OnePlus 13ന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഇതിനെ വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.